ഇനിയേത് കാലവും ഇനിയേത് ചരിത്രവും ഇന്നീ വാങ്കഡയിലെ പകർനാട്ടത്തെ അടയാളപ്പെടുത്തും. ഹൃദയത്തുടിപ്പ് പെരുമ്പറ കൊട്ടി ഇന്ത്യൻ ജയത്തിനായി വല്ലാത്തൊരു കാത്തിരിപ്പാണ്. ഇനിയും ഇവിടെ നിറമുള്ള കാഴ്ചകൾ പ്രപഞ്ചം കാത്തുവെക്കുമെന്നറിയാം. എന്നാൽ ഇതുപോലൊന്നിനു മുകളിൽ ഇനിയൊന്നത് സാങ്കല്പികം. ഇന്ത്യയെ വീഴ്ത്തുമെന്നാണ് വെല്ലുവിളിയെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ നിന്നും ക്രിക്കറ്റിന്റെ തലതൊട്ടപ്പന്മാർക്ക് കിരീടമെന്നത് സ്വപ്നങ്ങളിൽ ഇനി ബാക്കി വയ്ക്കാം. രോഹിത്തും രാജാവും പടനയിച്ചു നേടിയ കനകസിംഹാസനം കാത്തുവെക്കാൻ അവരിറങ്ങി. നീറുന്നൊരു 2022 ഞങ്ങളത് മറന്നിട്ടില്ല. മിനുക്കിയെടുത്ത നീലപ്പടയുടെ അമരക്കാരൻ ഇന്നൊരു മലയാളിയാണ്. നാട്ടുവഴികളിൽ ബാറ്റേന്തിയവന്റെ മനസ്സിൽ ഇന്നോളം ഒരു ദിനം അതിങ്ങനെയാകണം. ഒരു രാജ്യം മുഴുവൻ അയാൾക്കായി ആർത്തലച്ച ദിനമാണിന്ന്. ഒരു ക്രിക്കറ്ററുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനം. ആർച്ചറിൽ തീർക്കുമെന്നായിരുന്നു വെല്ലുവിളി, തന്ത്രങ്ങൾ മെനഞ്ഞെന്നായിരുന്നു സാംകരന്റെ വീമ്പ്. എന്നാൽ ഞങ്ങളുടെ മലയാളി പയ്യന്റെ ക്രിക്കറ്റ് അഭിനിവേശത്തിന്റെ പ്രതിഫലനം അത് ഇങ്ങനെയാണ്. അഭിഷേക് വീണെങ്കിലും പ്രതീക്ഷയോടെ കണ്ണുകളത്രയും സഞ്ജുവിലേക്കാണ്. കിഷനും സഞ്ജുവും ചേർന്ന് ഇംഗ്ലീഷ് പടയുടെ ധ്വംസനത്തിന് തിരികൊളുത്തി. ഇത്ര മനോഹരമായി ബാറ്റ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചതാരെന്നറിയില്ല. പക്ഷേ ഒന്നറിയാം, ആ വലം കൈ പ്രതിഭയാൽ ക്രിക്കറ്റിൽ നിങ്ങൾ ഇന്ന് അടയാളപ്പെടുത്തുകയാണ്. 42 പന്തുകളിൽ ആ 89. ഇന്ത്യക്കൊരു തണൽ തന്നവൻ ശതകത്തിനായി കാത്തു നിൽക്കാതെ മടങ്ങി. അല്ലെങ്കിലും രാജ്യത്തിനായി പോരാടുന്നവൻ എന്ത് ശതകമാണ്. കിഷന്റെ 39. സഞ്ജുവിനൊപ്പം ഇന്ത്യൻ അടിത്തറയത് ഭദ്രമായി. 25-ൽ 43 ശിവം ദുബെ. ഈ ലോകകപ്പിൽ ഇന്ത്യക്കവൻ ഇതിനുമപ്പുറം എന്ത് നൽകാനാണ്? ഒടുവിൽ ഹാർദിക് തിലക് തീപാറും കലാശക്കൊട്ടും. നീലപുതച്ച വാങ്കഡയിൽ ആരവങ്ങളാൽ ഇന്ത്യ സ്വപ്നങ്ങൾ നെയ്തു. ഇംഗ്ലീഷ് ബൗളിംഗ് നിരയ്ക്ക് അവസാന ആണിയുമടിച്ചാണ് ഇന്ത്യ ബാറ്റ് വെച്ചതും. 253 എന്നൊരു സെമിയിൽ ഇതുപോലൊന്ന്. അതത്രമേൽ ത്രില്ലറൊരുക്കി ആരാധകർക്ക് ആവേശത്തിന്റെ അങ്ങേയറ്റം. തുടക്കം ബട്ട്ലറും സാൾട്ടും ബ്രൂക്കും വീണതോടെ ഫൈനൽ കടമ്പയത് മനസ്സുകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ഇനിയാണ് ഇന്ത്യക്ക് മുന്നിൽ ഇംഗ്ലീഷ് പടയുടെ സസ്പെൻസ്. പേദലും ജാക്സും ചേർന്ന വെടിക്കെട്ടിൽ അക്ഷരാർത്ഥത്തിൽ ഹൃദയതാളം മാറിത്തുടിച്ചു. അനായാസം ഇന്ത്യക്കുമേൽ പെരുങ്കളിയാട്ടമാണ്. ഇന്ത്യയൊരു ബുംറയിലൂടെ പിടിച്ചു നിന്നെങ്കിലും ബേദൽ കൊടുങ്കാറ്റിൽ സൂര്യനും സംഘവും പകച്ചതാണ്. നിരാശയുടെ കാർമേഘം നിറഞ്ഞപ്പോൾ ഗാലറി നിശബ്ദമായി തുടങ്ങി. എന്നാൽ അക്സറിന്റെ ആ വണ്ടർ ക്യാച്ചിലാണ് ഇന്ത്യയുടെ തിരിച്ചുവരവ്. സാംകരന് ചേർത്ത് നിർത്തി ജേക്കബ് ബേദൽ പൊരുതാനുറച്ചു. പക്ഷേ ബുംറയുടെ ആ 18ാം ഓവർ ഈ രാജ്യം നിങ്ങളോട് എന്നെന്നും കടപ്പെട്ടിരിക്കും. കാരണം ഇംഗ്ലണ്ടിന് ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ഇരട്ടിയാക്കി ഇന്ത്യയുടെ ഒരേ ഒരു ബുംറ. ഒടുവിൽ ബേദലിന്റെ ശതകത്തിനും ഇംഗ്ലീഷ് പ്രതീക്ഷകളെ താലോലിക്കാനായില്ല. 7 റൺസ് അകലെ ഇംഗ്ലണ്ട് വീഴുമ്പോൾ 140 കോടി മനുഷ്യരുടെ പ്രതീക്ഷകളും നെഞ്ചേറ്റി ഇന്ത്യ ഫൈനൽ പോരിലേക്ക്. വാങ്കഡയിൽ അണപൊട്ടിയ ആഘോഷം പ്രകമ്പനമായി. ഇന്ത്യൻ തെരുവുകൾ ആഘോഷരാവിലലിയുമ്പോൾ കണ്ടു തീർന്നതൊരു സിനിമയെ വെല്ലുന്ന പോരാട്ടമാണ്. ഇന്ത്യക്കിന്നും ക്രീസിലെ വിശ്വസ്തനായത് ഈ കൊച്ചു കേരളത്തിലെ മലയാളി തന്നെ. വൈകി വന്ന വിവേകം ഇന്ത്യയെ എത്തിച്ചത് ഈ വിശ്വവേദിയിലെ കലാശപ്പോരിലും. പെയ്തു തീരാത്തൊരു പുതുമഴ പോലെ ഇന്ത്യൻ വിജയം അങ്ങനെ മനസ്സുകളിൽ തളം കെട്ടിരുന്നു. ഇനിയൊരു ഞായറിന്റെ നിലാവിൽ നമ്മൾ ആ സുന്ദര കാഴ്ചയും കാണും. ഇന്ത്യൻ കരങ്ങളിൽ ഉയരുന്ന മോഹക്കപ്പിന്റെ പൊൻപ്രഭയുള്ളൊരു കാഴ്ചയുടെ തനിയാവർത്തനം. പരാജയമൊരിക്കൽ കടന്നു വന്നത് ഈ പോരാട്ടത്തിന്റെ വിജയകാലത്തിനായിരിക്കണം. അതിനു മുകളിൽ ഇന്ത്യൻ ജനതയുടെ അളവറ്റ പ്രത്യാശയിൽ അവർക്കതുമൊരു കരുത്തും കനലുമാകട്ടെ.